ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ്. അവിടെ ഇന്ത്യയുടെ ഒരു പുതിയ സാമ്രാജ്യം ഉദിച്ചുയരുകയാണ്. കരയിലും ആകാശത്തും എന്ന പോലെ കടലിലും ഇന്ത്യ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ പോവുകയാണ്. അടുത്തിടെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വെളിപ്പെടുത്തിയ വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. 2035ഓടെ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ 200 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഉണ്ടാകും. അത് വിദേശത്ത് നിന്ന് വാങ്ങിയതല്ല, ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചത്. എന്താണ് ഇന്ത്യൻ നേവിയുടെ ഈ മാസ്റ്റർ പ്ലാൻ? ചൈനയെയും മറ്റു ഭീഷണികളെയും നേരിടാൻ നമ്മൾ എത്രത്തോളം സജ്ജമാണ്? നമുക്ക് നോക്കാം. വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ വെച്ച് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നടത്തിയ പ്രഖ്യാപനം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് പുതിയ ദിശാബോധമാണ് നൽകുന്നത്. ഇന്ത്യൻ നാവികസേന കേവലം ഒരു പരമ്പരാഗത സേന എന്നതിലുപരി ആധുനിക യുദ്ധമുറകളിലെ ഏത് വെല്ലുവിളിയും നേരിടാൻ പ്രാപ്തിയുള്ള ഒരു ഫ്യൂച്ചർ ഫോഴ്സായി അതിവേഗം മാറിക്കഴിഞ്ഞു. ഈ മാറ്റത്തിന്റെ നട്ടെല്ല് ആത്മനിർഭർ ഭാരത് എന്ന സ്വയം പര്യാപ്തത നയമാണ്. നിലവിൽ ശരാശരി ഓരോ 40 ദിവസത്തിലും ഒരു പുതിയ യുദ്ധക്കപ്പലോ പ്ലാറ്റ്ഫോമോ നാവികസേനയുടെ ഭാഗമാകുന്നുണ്ട് എന്നത് ഈ വിപ്ലവകരമായ വളർച്ചയുടെ വേഗത വ്യക്തമാക്കുന്നു. 2030ഓടെ 155 യുദ്ധക്കപ്പലും 2035ഓടെ അത് 200-ലധികം കപ്പലുകളുമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ കുതിപ്പ് കടലിലെ നമ്മുടെ ആധിപത്യം ഉറപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് പ്രായോഗികമായ വലിയ മുന്നേറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഈ സ്വയം പര്യാപ്തതയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമാണ്. ഇതിന് പിന്നാലെ INS അർനാല, INS വിന്ധ്യഗിരി, INS ഇംഫാൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ കൂടി എത്തിയതോടെ നമ്മുടെ നാവികസേനയുടെ പ്രഹരശേഷി ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലകളായ മസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച്, ഗോവ ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവിടങ്ങളിലായി 50-ലധികം യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം മണ്ണിൽ വിരിയുന്ന ഈ കരുത്ത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സുരക്ഷിതമാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയൊരു ഉണർവ് നൽകുന്നു. എന്തിനാണ് ഇന്ത്യ ഇത്ര വേഗത്തിൽ കപ്പലുകളുടെ എണ്ണം കൂട്ടുന്നതെന്ന ചോദ്യത്തിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. ആധുനിക യുദ്ധമുറകൾ പഴയതുപോലെയല്ല. ഡ്രോൺ ആക്രമണങ്ങൾ, കടൽ കൊള്ളക്കാരുടെ ഭീഷണി, സൈബർ ആക്രമണങ്ങൾ എന്നിങ്ങനെയുള്ള ഹൈബ്രിഡ് ഭീഷണികൾ ഇന്ന് സമുദ്ര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും അയൽ രാജ്യങ്ങളുടെ അനാവശ്യ കടന്നുകയറ്റങ്ങൾ തടയാനും അതിശക്തമായ ഒരു നാവികസേന അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി പുതിയ കപ്പലുകൾ അതിവേഗം നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ INS വിക്രമാദിത്യ പോലുള്ള നിലവിലുള്ള കരുത്തുറ്റ കപ്പലുകളെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നവീകരിക്കാനും സേന പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കടലിലെ പരമാധികാരം നിലനിർത്താൻ പ്രതിരോധവും ആക്രമണവും ഒരുപോലെ സജ്ജമാക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ കരുത്തുറ്റ നീക്കങ്ങൾ ചൈനയെ പോലുള്ള വൻ ശക്തികളെ പ്രതിരോധത്തിലാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇൻഡോ പസഫിക് മേഖലയിൽ വെറുമൊരു നിരീക്ഷകനല്ല, മറിച്ച് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഈ സാങ്കേതിക വളർച്ച നമ്മുടെ അയൽ രാജ്യങ്ങളുടെ കൂടി സമുദ്ര സുരക്ഷയ്ക്ക് വലിയ സഹായകരമാകും. കടലിലെ നമ്മുടെ പൗരാണിക പൈതൃകവും ആധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുമ്പോൾ വരും ദശകങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ 3 നാവികസേനകളിൽ ഒന്നായി ഇന്ത്യൻ നേവി മാറും. ഭാരതത്തിന്റെ ഈ സമുദ്രാധിപത്യം കേവലം അധികാര പ്രകടനമല്ല, മറിച്ച് സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു വിശ്വസ്ത ശക്തിയുടെ ഉദയമാണ്. ചുരുക്കത്തിൽ സമുദ്ര വ്യാപാരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നതിലും ഇന്ത്യൻ നാവികസേന ഇന്ന് സമാനതകളില്ലാത്ത സജ്ജീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വയം പര്യാപ്തതയിലൂന്നിയുള്ള ഈ കുതിപ്പ് കേവലം സൈനികാധുനീകരണം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സ്വാധീനം വിളിച്ചോതുന്ന ഒന്നാണ്. 2035ഓടെ 200 യുദ്ധക്കപ്പലുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതോടെ ലോകത്തിന് മുന്നിൽ അജയ്യമായ ഒരു വൻ ശക്തിയായി ഇന്ത്യ സ്വയം അടയാളപ്പെടുത്തും എന്നതിൽ തർക്കമില്ല. സമുദ്രത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു വിശ്വസ്ത ശക്തിയായി ഇന്ത്യയുടെ ഈ നീല വിപ്ലവം ചരിത്രത്തിൽ ഇടം പിടിക്കും.